അതെ 3 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് സാറ് വന്നിട്ടുള്ളത്. ഈ താഴെ കൊടുത്തിരിക്കുന്ന ഫിഗറിൽ ഉണ്ടല്ലോ മക്കളെ, സി എന്ന് പറയുന്നത് സെന്റർ ഓഫ് ദ സർക്കിൾ ആണ്. പി എ പി ബി ആർ ദ ടാൻജൻസ്. ദാ പി ബിയും പി എയും എന്താണ്? തൊട്ടുവരകളാണ്. ഇനി പറഞ്ഞിരിക്കുന്നത് പി സി എന്ന് പറയുന്ന ഈ ഒരു ദൂരം 5 ആണെന്ന് പറഞ്ഞിരിക്കുന്നോ. നെക്സ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? റേഡിയസ് 3 ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സബ് ക്വസ്റ്റ്യൻ എയിൽ ചോദിക്കുന്നു പി എയുടെ നീളം എത്താന്ന്. എടാ നമ്മൾ പഠിച്ചതല്ലേ ഈ പറയുന്ന റേഡിയസും ടാൻജന്റും തമ്മിലുണ്ടാവുന്ന ആംഗിൾ എപ്പോഴും എത്ര ഡിഗ്രി ആയിരിക്കടാ? 90 ഡിഗ്രി ആയിരിക്കും. എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ മോനെ ഇവിടെ നോക്കിയേ, ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൽ 90 ഡിഗ്രി ഉള്ള ഒരു ട്രയാംഗിൾ ഉണ്ട് ഇവിടെ. നിങ്ങൾ കണ്ടോ? സി പി എ എന്ന് പറയുന്ന ഈ ഒരു ട്രയാംഗിൾ, ഒരു ആംഗിൾ 90 ഡിഗ്രിയാ. എടാ ഒരു ആംഗിൾ 90 ഡിഗ്രി ഉള്ള ട്രയാംഗിൾ പറയുന്ന പേരെന്താ? റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ. അതിനുവേണ്ടി പണ്ട് പായ കപ്പലിൽ പൈതഗോറസ് വന്നു കണ്ട് പറഞ്ഞു, പൈതഗോറസ് തിയറം പറഞ്ഞു. എന്താ പറഞ്ഞത്? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. എടാ ഇവിടെ നോക്കടാ, ഈ 90യുടെ ഓപ്പോസിറ്റ് ഉള്ള ഇത് ഹൈപ്പോട്ടന്യൂസ് അല്ലേ? അപ്പൊ അത് 5 സ്ക്വയർ. യെസ്, ഇവിടെ എന്ത് വരും? 5 സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് എന്ന് പറയുന്നത് 3 ആക്കി കൊടുത്തോളൂ. 3 സ്ക്വയർ ഈസ് ഈക്വൽ ടു 3 സ്ക്വയർ പ്ലസ് എ സ്ക്വയർ കണ്ടുപിടിക്കണം. എന്ന് നോക്കണം. 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25 ഈസ് ഈക്വൽ ടു 3 സ്ക്വയർ 9 പ്ലസ് എ സ്ക്വയർ. ഈ പ്ലസ് 9 ഈക്വൽ ടു അപ്പുറത്തേക്ക് ഉണ്ടായാൽ എന്താവും? എ സ്ക്വയർ ഈസ് ഈക്വൽ ടു 25 മൈനസ് 9, ദാറ്റ് ഈസ് എ സ്ക്വയർ ഈസ് ഈക്വൽ ടു 16 ആൻഡ് എ ഈസ് ഈക്വൽ ടു, ആ സ്ക്വയർ ഉള്ളതിന് അപ്പുറത്തേക്ക് ഉണ്ടായാൽ എന്താ ഇവിടെ? റൂട്ട് ആവും. റൂട്ട് 16. എ എന്ന് പറയുന്നത് എത്രയാടാ? 4 ആണ്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പൈതഗോറസ് ട്രിപ്ലെറ്റ് എന്നുള്ളവർക്ക് 3, 4, 5 എന്നുള്ള നിരക്കും അറിയുന്നവർക്ക് അങ്ങനെ ചെയ്യാം. ഓക്കെ ആണോ? ഇനി നമ്മൾ അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയടാ, ഈ പറയുന്ന സാധനത്തിന്റെ ഏരിയയെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. എന്തിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്? ഏരിയ. എങ്ങനെയാടാ ഏരിയ കണ്ടുപിടിക്കുക? ഇവിടെ നോക്കിയേ, ശരിക്കും 2 ട്രയാങ്കിൾ കൂടി ചേർന്നിട്ടുള്ളല്ലേ? ഈ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ ഹാഫ് ബി എച്ച് ആണ്. ദാ ഈ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ ഹാഫ് ബി എച്ച് ആണ്. അതിൽ ബേസ് 3യും എച്ച് 4 അല്ലേ? അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും എന്ന് പറഞ്ഞേ? ഏരിയ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 4. ഈ 4 2 വെട്ടിപ്പോയാൽ ബാക്കി ഇവിടെ 2 ഉണ്ടാവും. ദാറ്റ് ഈസ് ഏരിയ ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 2 എത്രയാണ്? 3 ഇൻറ്റു 2 6 ആണ്. കുഴപ്പമുണ്ടോ? നമുക്ക് ഏരിയ കിട്ടി. എന്ത് കിട്ടി? ഏരിയ കിട്ടി. എടാ ഏരിയ മാത്രം കിട്ടിയാൽ മതിയോ? പോരാ, എന്തുകൂടി വേണം നമുക്ക്? ഈ പറയുന്ന ഒരു ട്രയാങ്കിളിന്റെ ഏരിയ മാത്രമല്ല, ഇതിറ്റ 2 ട്രയാങ്കിൾ ഉണ്ട്. അപ്പൊ 2 ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ ഇവിടെ കറക്റ്റ് ഒരു ട്രയാങ്കിളിന്റെ ഏരിയ 6 ആണെങ്കിൽ 2 ട്രയാങ്കിളിന്റെ ഏരിയ എത്ര ആയിരിക്കും? 12 ആയിരിക്കും. സോ ദ ആൻസർ ഈസ് ഏരിയ ഈസ് 12 സെന്റിമീറ്റർ സ്ക്വയർ.